السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ ഓരോ ആട്ടവും അനക്കവും അവൻ്റെ തൃപ്തിയിലാക്കുകയും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന നല്ല പ്രതിഫലം സാധുക്കളായ നമുക്ക് അവൻ്റെ ഔദാര്യമായിട്ട് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ജൂതന്മാരെ പറ്റിയും നസാറാക്കളെ പറ്റിയുമാണ് പറഞ്ഞു വന്നത്. ഓരോരുത്തരും അവർ മാത്രമാണ് യാഥാർത്ഥ്യത്തിന്റെ ആളുകൾ, ബാക്കിയുള്ളവരെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന ദുർവാശിക്കാരാണ്. എന്നാൽ അവർക്കറിയാം അവരല്ല യഥാർത്ഥത്തിന്റെ ആളുകൾ എന്ന് അവർക്കറിയാം. എന്നാലും പിടിവാശി വിടാത്തവരാണ്. അവരുടെ വാദഗതി ഒരൽപ്പം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൂ കൂനൂ ഹൂദൻ ഔ നസാറാ തഹ്തദൂ ഖുൽ ബൽ മില്ലത ഇബ്രാഹീമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. വഖാലൂ അവർ പറഞ്ഞു, കൂനൂ ഹൂദൻ നിങ്ങളെല്ലാം ജൂതന്മാരാകണം. ഇത് പറയുക ആരാണ്? അത് ജൂതന്മാരാണ്. നിങ്ങൾ ജൂതന്മാരാവണം. ഔ നസാറ അതുപോലെ നിങ്ങൾ ക്രിസ്ത്യാനികളാകണം. ഇത് പറയുക ആരാണ്? അത് ക്രിസ്ത്യാനികളാണ്. ചുരുക്കത്തിൽ ഓരോ വിഭാഗവും അവർ ഏതിലാണോ ഉള്ളത് അതിലേക്ക് ക്ഷണിക്കുന്നു എന്ന് മാത്രമല്ല, അത് മാത്രമാണ് ശരി എന്ന് വാദിക്കുകയും അതല്ലാത്തതൊക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ജൂതന്മാര് ജൂതമതത്തിലേക്ക് വിളിക്കുന്നു, ക്രിസ്ത്യാനികൾ ക്രിസ്തുമതത്തിലേക്ക് വിളിക്കുന്നു. അങ്ങനെ വിളിക്കുന്നതിന്റെ ഗുണഫലവും അവർ പറയുന്നു തഹ്തദൂ, എന്നാൽ നിങ്ങൾ സന്മാർഗത്തിലായിത്തീരും. സന്മാർഗത്തിലാകാൻ ഇതേ മാർഗമുള്ളൂ എന്ന് അവരും, സന്മാർഗത്തിൽ എത്തിപ്പെടാൻ ഇതേ മാർഗമുള്ളൂ എന്ന് ഇവരും പറയുന്നു. എന്നാൽ ഖുൽ നബിയെ തങ്ങൾ പറയൂ, ബൽ മില്ലത്ത ഇബ്രാഹീമ അതൊന്നുമല്ല വേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനോടാണ്, മാർഗത്തോടാണ് ഞാൻ തുടരുന്നത്. ഹനീഫൻ ഇബ്രാഹിം നബി ആണെങ്കിലോ സത്യമതത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അതിനോട് വിരുദ്ധമായതിൽ നിന്നൊക്കെ ചെരിഞ്ഞ് ഇതിലേക്ക് ചായ്ഞ്ഞിട്ട് സത്യമതത്തിലേക്ക് ചാഞ്ഞവരായ സ്ഥിതിയിൽ. വമാക്കാന ഒരിക്കലും ഇബ്രാഹിം നബി ആയിരുന്നില്ല മിനൽ മുശ്രിക്കീന ശിർക്ക് വെക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നില്ല. നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് ശിർക്കല്ലേ അടിസ്ഥാനപരമായിട്ടുള്ളത്. ഈസാ നബിയെ പറ്റി വലതുള്ള എന്ന് പറയുന്നവരല്ലേ നിങ്ങൾ? ഉസൈർ എന്ന മഹാനെ പറ്റി ഉസൈർ നബിനുള്ള എന്ന് പറയുന്നവരല്ലേ ജൂതന്മാര്? അപ്പൊ അവർക്കൊക്കെ ശിർക്കുള്ളവരാണ്. അള്ളാഹു അല്ലാത്തതിനെ അള്ളാഹുവോട് പങ്കു ചേർക്കുന്നവരാണ്. അള്ളാഹുവിനെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാതെ മക്കളും കുട്ടികളും ഭാര്യയൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ ആദർശവുമായിട്ട് വളരെ വളരെ അകലമാണ് ഇബ്രാഹിം നബിയുള്ളത്. വമാക്കാന മിനൽ മുശ്രിക്കീൻ ഒരിക്കലും ശിർക്കിന്റെ ആളായിരുന്നില്ല ഇബ്രാഹിം നബി. ഖൂലൂ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. قل നബിയെ തങ്ങൾ പറയൂ, ഖൂലു നിങ്ങൾ പറയൂ. നബിയോടും ഈ മാർഗം സ്വീകരിച്ചവരോടുമാണ് ഈ കൽപ്പന. ഖൂലു നിങ്ങൾ പറയൂ. എന്ത് പറയൂ? ആമന്നാ ബില്ലാഹി ഞങ്ങൾ അള്ളാഹുവെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലൊന്നും അനുസരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ അള്ളാഹുവെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലൈന ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചു.
വമാ ഉൻസില ഇലാ ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് ഇറക്കപ്പെട്ടതുകൊണ്ടും ഇസ്മായില, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലേക്ക് ഇറക്കപ്പെട്ടതുകൊണ്ടും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിലേക്ക് ഇറക്കപ്പെട്ടതുകൊണ്ടും യാക്കൂബ് നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടതുകൊണ്ടും അസ്ബാത്തി, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളാകുന്ന അസ്ബാത്ത് എന്ന വിഭാഗത്തിന് നൽകപ്പെട്ടതുകൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയൂ. മാത്രമല്ല വമാ ഊത്തിയ മൂസ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടതുകൊണ്ട് വമാ ഊത്തിയൻ നബിയൂന മിർ റബ്ബിഹിം, ഇവരുടെ എല്ലാം റബ്ബിന്റെ ഭാഗത്തിൽ നിന്ന് പല പല അമ്പിയാക്കൾക്കും നൽകപ്പെട്ടതുണ്ട്. ഷീസ് നബി അലൈഹി ഇസ്ലാമിന് 50 ഏടുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന് 30 ഏടുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. അവകളെ കൊണ്ടൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കൂ. ചുരുക്കം, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അമ്പിയാക്കളിൽ നിന്നുള്ള ഒരാളുടെ ഇടക്കും ഞങ്ങൾ യാതൊരുവിധ വ്യത്യാസവും പെടുത്തുന്നില്ല. ചിലരെ തള്ളിയിട്ടും മറ്റു ചിലരെ കൊണ്ടിട്ടും ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ അതിനില്ല. വനഹനു, ഞങ്ങൾ ലഹു, അള്ളാഹുവിന് മുസ്ലിമൂന, ഞങ്ങൾ അനുസരിക്കുന്നവരാകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുന്നവരാണ് ഞങ്ങൾ. അള്ളാഹു പറഞ്ഞതാണ് ഈ അമ്പിയാക്കളുടെ ഒക്കെ നുബുവത്ത് കൊണ്ടും ആ അമ്പിയാക്കളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടും വിശ്വസിക്കണമെന്ന് പറഞ്ഞത് അള്ളാഹു ആകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവെ കൊണ്ടും ഈ പറയപ്പെട്ടവരെ കൊണ്ടും അവരിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടൊക്കെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നബിയെ തങ്ങൾ പ്രഖ്യാപനം നടത്തൂ. എന്നല്ലാതെ ഇവരെ പോലെ ഇടുങ്ങിയ മനസ്സുമായിട്ട് നിങ്ങൾ നടക്കരുത്. ഇസ്മായിൽ നബിയെ കൊണ്ട് അവരിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട്, ഇസ്ഹാഖ് നബിയോട് നൽകപ്പെട്ടത് കൊണ്ട്, യാക്കൂബ് നബിക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട്, അസ്ബാത്തിന് ഇറക്കപ്പെട്ടത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവർക്കൊക്കെ വേറെ വേറെ ഇറക്കപ്പെട്ടിട്ടുണ്ടോ? അത് ഒരു നബിക്ക് ഇറക്കപ്പെട്ടാൽ ആ നബിയുടെ മാർഗം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇറക്കപ്പെട്ട ഫലമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 7 നൽകപ്പെട്ടിട്ടുണ്ട്. അത് ഇബ്രാഹിം നബിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. മക്കളായ ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും പിന്നെ വന്ന യാക്കൂബ് നബിക്കും യാക്കൂബ് നബിയുടെ മക്കളായ യൂസുഫ് നബി അടക്കമുള്ള അസ്ബാത്തിനും ഒക്കെയുള്ളതാണത്. അപ്പോ ഒരാൾക്ക് ഇറക്കപ്പെട്ടതാണ് എന്നതുകൊണ്ട് അത് മറ്റുള്ളവർക്കല്ല എന്നല്ല അതിന്റെ അർത്ഥം. فَإِنْ آمَنُوا بِمِثْلِ مَا آمَنْتُمْ بِهِ فَقَدِ اهْتَدَوْا وَإِنْ تَوَلَّوْا فَإِنَّمَا هُمْ فِي شِقَاقٍ فَسَيَكْفِيكَهُمُ اللَّهُ وَهُوَ السَّمِيعُ الْعَلِيمُ. فَإِنْ آمَنُوا, അതുകൊണ്ട് നിങ്ങളെ ജൂതമതത്തിലേക്ക് ക്ഷണിച്ചവരും ക്രിസ്തുമതത്തിലേക്ക് ക്ഷണിച്ചവരുണ്ടല്ലോ, അവർ വിശ്വസിക്കുകയാണെങ്കിൽ ബിസ്ലിമ ആമൻതും ബിഹി, നിങ്ങൾ ഏതൊന്നുകൊണ്ടാണോ വിശ്വസിച്ചത് അതുപോലത്തത് കൊണ്ട് ഇവരും വിശ്വസിക്കുകയാണെങ്കിൽ, അതേതാണ്? എല്ലാ അമ്പിയാക്കളെയും അമ്പിയാക്കളായിട്ട് അംഗീകരിക്കുകയും അവർ കൊണ്ടുവന്ന കിതാബുകളൊക്കെ അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾ സ്വീകരിച്ച നിലപാട്. ഇതേ ക്രമത്തിൽ അവരും വിശ്വസിക്കുകയാണെങ്കിൽ ഫഖദിഹ്തദൗ, അവരെ പറ്റി പറയാനുള്ളത് അവർ സന്മാർഗം കിട്ടിയവരാകുന്നു. അപ്പോഴേ സന്മാർഗം കിട്ടിയവരാകൂ. എന്നല്ലാതെ ഏതെങ്കിലും ഒരു നബിയെ ഒരുത്തൻ തള്ളിയാൽ അവൻ ഒരിക്കലും തന്നെ സന്മാർഗിയാവുകയില്ല. ജൂതമതം വിശ്വസിക്കുന്നു, മൂസാ നബിയെ കൊണ്ട് അങ്ങേയറ്റം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈസാ നബിയെ തള്ളിയാൽ അവൻ ഒരിക്കലും സന്മാർഗിയാകില്ല. മൂസാ നബി അവനെ അനുകൂലിക്കുകയുമില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആള് എല്ലാം കൊണ്ടും വിശ്വസിക്കുന്നു. മൂസാ നബി കൊണ്ടുവന്നത് കൊണ്ട് തള്ളിക്കളയുകയാണെങ്കിൽ അവനെ ഈസാ നബി അംഗീകരിക്കുകയില്ല, അവൻ ഹിദായത്തിന്റെ ആളാവുകയില്ല. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച ഈ വിശ്വാസമുണ്ടല്ലോ, എല്ലാ അമ്പിയാക്കളെയും വിശ്വസിക്കുന്ന, അവർക്ക് നൽകപ്പെട്ടതിനെ ഉൾക്കൊള്ളുന്ന വിശാല വിശ്വാസം, ഇതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ ഫഖദിഹ്തദൗ, അവർ സന്മാർഗികളായിത്തീരും. നേരെ മറിച്ച് വൈൻ തവല്ലൗ, അവർ പിന്തിരിയുകയാണെങ്കിൽ, ഈ യാഥാർത്ഥ്യത്തെ തൊട്ട് അവർ പിന്തിരിയാണ്, മുന്തിരിയല്ല. എന്നാൽ ഫഇന്നമാഹും, തീർച്ചയായും അവർ ഫി ഷിക്കാക്കിൻ, ഷിക്കാക്കിലാകുന്നു. ഷിക്കാക്ക് എന്ന് പറഞ്ഞാൽ അവർ തർക്കത്തിലാകുന്നു. യാഥാർത്ഥ്യത്തോടുള്ള തർക്കത്തിൽ തന്നെയാകുന്നു അവരുള്ളത്. തർക്കത്തിന്റെ ഉള്ളിലാണുള്ളത്. എല്ലാ ഭാഗത്തു നിന്നും തർക്കം അവരെ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം എന്നർത്ഥം. അവർ ഷിക്കാക്കിന്റെ തർക്കത്തിന്റെ ഉള്ളിൽ തന്നെയാകുന്നു
മാത്രമാകുന്നു. അങ്ങനെ വന്നാലോ ഫസയക്ഫീകഹുമുല്ലാഹു, തീർച്ചയായും അല്ലാഹു തആല അവരെ നിങ്ങൾക്ക് മതിയാക്കി തരും. അവരുടെ ശത്രുത നിങ്ങൾക്ക് ഒരിക്കലും യേശുകയില്ല. അവർ നിങ്ങളുടെ ശത്രുക്കളാണെങ്കിൽ അള്ളാഹു വരെ തട്ടിമാറ്റും. ഫസയക്ഫീക, നബിയെ തങ്ങൾക്ക് അള്ളാഹു മതിയാക്കി തരും. അവരെ അള്ളാഹു തആല മതിയാക്കി തരും. അവർ നിങ്ങളെ എതിർക്കാൻ വരികയോ നിങ്ങളെ തകർക്കാൻ വരികയോ ചെയ്താൽ ആ ലക്ഷ്യം അവർക്ക് ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടുകയില്ല. വഹുവ അള്ളാഹു തആല സമീഉ, എല്ലാം കേൾക്കുന്നവനും അൽ അലീമു, എല്ലാം അറിയുന്നവനുമാകുന്നു. അങ്ങനെയുള്ള അള്ളാഹു നിങ്ങളെ കാക്കും. നിങ്ങൾക്ക് എതിരായിട്ട് അവർ വരുന്നുവെങ്കിൽ, തർക്കിക്കാൻ വരുന്നുവെങ്കിൽ അവരെ അള്ളാഹു തട്ടിമാറ്റുക തന്നെ ചെയ്യും. അവരുടെ ഉപദ്രവത്തെ തൊട്ട് നിങ്ങളെ അള്ളാഹു തആല മതിയാക്കി തരും. സിബ്ഗത്തല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗതൻ വനഹ്നു ലഹു ആബിദൂൻ. സിബ്ഗത്തല്ലാഹി, അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഒരു ഘട്ടത്തിലും ആ ദീനിനെ ഒഴിവാക്കുന്ന ഒരു ചുറ്റുപാട് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല, നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അള്ളാഹു നൽകിയ ഈ ദീനുണ്ടല്ലോ, ആ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ടാവണം നിങ്ങളുടെ നീക്കം. അതിനെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. വമൻ അഹ്സനു മിനല്ലാഹി, അള്ളാഹുവേക്കാൾ മെച്ചപ്പെട്ടവൻ ആരാണുള്ളത്? ആരും തന്നെയില്ല. സിബ്ഗത്തൻ, ദീനിനെ നൽകുന്നതിനാൽ അള്ളാഹുവിനേക്കാൾ മെച്ചപ്പെട്ടവൻ ആരുമില്ല. നിങ്ങൾക്ക് അള്ളാഹു ദീന് നൽകിയിട്ടുണ്ട്. അത് നൽകാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ, ഏറ്റവും ഉത്തമൻ അവൻ തന്നെയാകുന്നു. അതുകൊണ്ട് അവൻ നൽകിയ ആ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കൂ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വനഹ്നു, ഞങ്ങൾ ലഹു, അള്ളാഹുവിന് തന്നെ ആബിദൂന, ഇബാദത്ത് ചെയ്യുന്നവരാകുന്നു. അള്ളാഹു അല്ലാത്ത മറ്റൊരു വസ്തുവിനും മറ്റൊരു വ്യക്തിക്കും ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾ ആരും തയ്യാറില്ല. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യൂ. സിബ്ഗത്തുല്ലാഹി എന്നതിന് ഇപ്പോൾ നാം പറഞ്ഞ അർത്ഥം അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന സിബ്ഗത്തുല്ലാഹി, അള്ളാഹുവിന്റെ ദീനിനെ. അതിന്റെ യഥാർത്ഥ അർത്ഥം, ഭാഷാർത്ഥം സിബ്ഗത്ത് എന്ന് പറഞ്ഞ ചായം എന്നാണ്. ചായം, അള്ളാഹുവിന്റെ ചായം മുക്കൽ എന്നാണ്. അതായത് നസാറാക്കൾക്ക് ഒരു പതിവുണ്ട്. അവർക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ജനിച്ച് അധിക ദിവസം കഴിയുന്നതിന്റെ മുമ്പ് ആ കുട്ടികളെ ഒരു മാമോദീസ മുക്കലുണ്ട്. മഞ്ഞച്ചായമുള്ള ഒരു വെള്ളം കലക്കിയിട്ട് ആ വെള്ളത്തിൽ ഈ കുഞ്ഞിനെ മുക്കും. ശരിക്കും മുക്കിയതിന്റെ ശേഷം പുറത്തെടുക്കും. അതിന് മാമോദീസ എന്നാണ് അവർ പറയാറുള്ളത്. അങ്ങനെ മുക്കിയെടുത്താൽ പറയും ഇത് അവരെ ശുദ്ധീകരിക്കലാകുന്നു, പരിശുദ്ധമായി തീർന്നു വരും. ഇങ്ങനെ ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. പ്രസവിച്ചിട്ട് 7ാമത്തെ ദിവസത്തിലാണ് ഈ വെള്ളത്തിലെ മുക്കൽ നടക്കുക. മാഉൽ മഅ്മൂദിയ്യത്ത് എന്ന് അതിന് പറയാം. അതായത് ഈസാ നബി അലൈഹിസ്സലാം കുളിച്ച വെള്ളത്തിന്റെ അവശിഷ്ടം അതിലുണ്ടെന്ന് പറയുന്നു. നമ്മുടെ മില്ലത്തിലെ ഖിത്താൻ, ലിംഗാഗ്ര ചർമ്മ കർമ്മം ഉണ്ടല്ലോ, ആ തലപ്പ് മുറിക്കൽ, അതിന് പകരത്തിൽ ഇവര് മാർഗ കല്യാണം എന്ന് പറഞ്ഞതുപോലെ മാർഗമുക്കൽ ഇങ്ങനെയായിരുന്നു, വെള്ളത്തിലെ മുക്കലായിരുന്നു. അതുകൊണ്ട് മുക്കിയിട്ട് പുറത്തെടുത്തിട്ട് അവർ പറയും അൽ ആന സ്വാറ നസ്രാനിയൻ ഹക്കൻ, ഇപ്പോൾ ഇവൻ നല്ല ശുദ്ധനായ കലർപ്പില്ലാത്തൊരു നസ്രാനിയായി തീർന്നു എന്ന്. ആ പ്രയോഗമാണ് ഇവിടെ നടത്തിയത്. അപ്പോ ഈ ദീനിൽ ഇവൻ ഉറച്ചുപോയി എന്നാണ്. ആ അർത്ഥത്തിനാണ് അള്ളാഹു ഇവിടെ വെച്ച് സിബ്ഗത്തുല്ലാഹി, അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കണം. ഭാഷാർത്ഥം സിബ്ഗത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ചായ മുക്കല് എന്നാണ്. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഖുൽ അതുഹാജ്ജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും വലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. ഖുൽ, നബിയെ തങ്ങൾ ചോദിക്കൂ. എന്താ ചോദിക്കാനുള്ളത്? അതുഹാജ്ജൂനന, ഞങ്ങളോട് നിങ്ങൾ തർക്കിക്കുകയാണോ? ഫില്ലാഹി, അള്ളാഹുവിന്റെ കാര്യത്തിൽ. വഹുവ, ഏത് സ്ഥിതിയിൽ? അള്ളാഹു റബ്ബുന, ഞങ്ങളെ പടക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്തവനാകുന്നു. വ റബ്ബുക്കും, നിങ്ങളെ പടക്കുകയും നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. എന്നിരിക്കെ ഈ അള്ളാഹുവിനെ ഞങ്ങൾ ഇന്നലക്ക് അംഗീകരിക്കുന്നു. ആ അള്ളാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കാൻ വരുന്നത്?
വലന ഞങ്ങൾക്കുണ്ട് അമാലുന ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, വലക്കും നിങ്ങൾക്കുണ്ട് അമാലുക്കും നിങ്ങളുടെ പ്രവർത്തനം. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയുമായിട്ട് നീങ്ങുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തിയുമായിട്ട് നീങ്ങുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് നല്ല ഇഖ്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിലുണ്ട്. അതനുസരിച്ച് നിങ്ങളും നീങ്ങാം. നഹ്നു ഞങ്ങൾ ലഹു അള്ളാഹുവിന് മുഖ്ലിസുന നിഷ്കളങ്കരാകുന്നു, നിഷ്കാമകർമ്മികളാകുന്നു. അള്ളാഹു ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അങ്ങനെ നീങ്ങുന്നു, ഞങ്ങൾക്കതിൽ തികഞ്ഞ ഇഖ്ലാസും ഉണ്ട്. ഇപ്പൊ ആകെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ അള്ളാഹുവെ കൊണ്ട് വളരെയേറെ ബന്ധപ്പെട്ടവരായിരുന്നു. ഇത് അവര് പറഞ്ഞതാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ ആൾക്കാരാണ്, അള്ളാഹുവിന്റെ സന്തതികളാണ്, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ് എന്ന്. അതിന് ഗണ്ണനാണ്, ഒരിക്കലുമല്ല. നിങ്ങൾ അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് തർക്കിക്കുന്നവർ മാത്രമാണ്. ഇവർ പറയുന്നത് ഞങ്ങളാണ് അള്ളാഹുവിന്റെ സന്തതികൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവര്. കാരണം ഞങ്ങളുടെ പിതാക്കളും ഞങ്ങളുടെ കിതാബുകളും അല്ലേ ഇവിടെ ആദ്യം വന്നത്. ഞങ്ങളാണെങ്കിലോ ഞങ്ങളുടെ മുൻഗാമികൾ ബിംബത്തിനൊന്നും ഇബാദത്ത് ചെയ്തിട്ടില്ല. നിങ്ങള് അറബികൾ, നിങ്ങളുടെ പിതാക്കൾ ബിംബാരാധകരായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു ഈ ആയത്തിറക്കിയത്. എന്താ അതിന്റെ അർത്ഥം? ജൂതന്മാരായ വിഭാഗത്തോടും ക്രിസ്ത്യാനികളായ വിഭാഗത്തോടും അവർ അള്ളാഹുവിന്റെ മക്കളാണെന്നും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരാണെന്നും വാദിക്കുന്നവരാണല്ലോ. മാത്രമല്ല അവരാണ് അള്ളാഹുവോട് ഏറ്റവും ബന്ധപ്പെട്ടവര്, അവരുടെ പിതാക്കളാണ്, കിതാബ് ആദ്യം ലഭിച്ചവര് എന്നൊക്കെയുള്ള പറയുന്നത്. അങ്ങനെയുള്ളവരോട് പറയേണ്ടത് അതുഹാജൂനന, നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ തെളിവ് നിരത്തിയിട്ട് വാദിക്കുകയാണോ? നിങ്ങളുടെ ഈ നിരർത്ഥകമായ വാദത്തിന് അള്ളാഹു ഏകനല്ലേ, എന്തിനാണ് ഈ തർക്കിക്കുന്നത്? നിങ്ങൾ കുറച്ച് നേരത്തെ നിങ്ങളുടെ പിതാക്കൾ കിതാബ് കിട്ടിയിട്ടുണ്ട് എന്നതുകൊണ്ട് എന്താണ് കാര്യമുള്ളത്? അള്ളാഹുവിന്റെ കാര്യത്തിലും അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിലും നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളോട് തർക്കിക്കുന്നത്? അള്ളാഹു ഇഷ്ടപ്പെട്ടതനുസരിച്ച് പ്രവർത്തനമാണെങ്കിൽ, ജീവിതമാണെങ്കിലല്ലേ കാര്യമുള്ളൂ. അങ്ങനെ അല്ലല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. വഹുവ റബ്ബുന വ റബ്ബുക്കും, അവൻ ഞങ്ങളുടെ നിങ്ങളുടെ റബ്ബാകുന്നു. ആ റബ്ബിനുള്ള ചില വിശേഷണങ്ങളുണ്ട്, അത് അംഗീകരിച്ചേ പറ്റൂ. അത് നിങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളോട് പറയപ്പെട്ടതനുസരിച്ച് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവന്റെ കൽപ്പനക്ക് ഒരിക്കലും വിരുദ്ധമായിട്ട് ഞങ്ങൾ നീങ്ങുന്നില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങൾ നിങ്ങളുടെ അമലുമായിട്ട് നീങ്ങുന്നു. എന്നാൽ ഞങ്ങൾ അള്ളാഹുവിന് ഇഖ്ലാസുള്ളവരും നിഷ്കളങ്കരുമാകുന്നു. കളങ്കരഹിതമായ നിലക്കുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങളോടാണോ നിങ്ങൾ ഈ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? അം തഖൂലൂന ഇന്ന ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വല്ലസ്ബാത്ത് കാനൂ ഹൂദൻ ഔ നസ്വാറാ ഖുൽ അഅൻതും അഅലമു അമില്ലാഹ് വമൻ അളമു മിമ്മൻ കതമ ശഹാദതൻ ഇൻദഹു മിനല്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അം തഖൂലൂന, അതല്ല നിങ്ങൾ പറയുകയാണോ, ഇന്ന ഇബ്രാഹിമ, തീർച്ചയായും ഇബ്രാഹിം നബി, വ ഇസ്മായില, ഇസ്മായിൽ നബിയും, വ ഇസ്ഹാഖ, ഇസ്ഹാഖ് നബിയും, വ യാക്കൂബ, യാക്കൂബ് നബിയും, വൽ അസ്ബാത്ത, യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ സന്തതികളാകുന്ന അസ്ബാത്തു എന്ന വിഭാഗവും, കാനു അവരായിരുന്നു, ഹൂദൻ ജൂതമതക്കാരാണെന്ന് നിങ്ങൾ പറയുകയാണോ? ഈ ചോദ്യം ആരോടാണ്? അത് ജൂതന്മാരോടാണ്. അപ്പൊ അവരുടെ വാദമുള്ളത് ഇവരൊക്കെ ജൂതന്മാരായിരുന്നു എന്നാണ്. ഔ നസാറ, അതല്ല ക്രിസ്ത്യാനികളായിരുന്നു എന്ന് നിങ്ങൾ പറയുകയാണോ? ഇതാരോടാ ചോദിക്കുക? അത് ക്രിസ്ത്യാനികൾക്ക് വാദമുണ്ട്, ഈ പറയപ്പെട്ടവരൊക്കെ ക്രിസ്ത്യാനികളായിരുന്നു എന്ന്. ഇങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? ഖുൽ, നബിയെ തങ്ങൾ പറയൂ, അൻതും അഅലമു, അതല്ല നിങ്ങളാണോ ഏറെ അറിവുള്ളവർ? അമില്ലാഹു, അതല്ല അള്ളാഹു ആണോ ഏറെ അറിവുള്ളവര്? ആർക്കാ തർക്കം? അള്ളാഹുവിനല്ലേ അറിവ്, അള്ളാഹുവിന് തന്നെയാകുന്നു. ആ അള്ളാഹു പറയുന്നത് ഇവരാരും തന്നെ ജൂതന്മാരല്ല, ഇവരാരും തന്നെ നസാറാക്കളുമല്ല എന്നാകുന്നു. വമൻ അദ്ലമു, ഏറ്റവും വലിയ അക്രമി ആരാകുന്നു? ആരുമില്ല, താഴെ പറയുന്നവനാണ് ഏറ്റവും വലിയ അക്രമി. മിമ്മൻ കത്തമ, മറച്ചു വെക്കുന്നവനേക്കാൾ ഷഹാദത്തൻ, സാക്ഷിമൊഴിയ എന്തഹു അവന്റെ അടുക്കലുള്ള. അപ്പൊ അവന് അറിയുന്ന ചില കാര്യങ്ങളുണ്ട്, അവന്റെ അടുക്കൽ സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന കാര്യമുണ്ട്, അതിനവൻ മറച്ചു വെക്കുന്നു. മിനല്ലാഹി, അള്ളാഹുവെ തൊട്ട് അവൻ മറച്ചു വെക്കുന്നു. ഇങ്ങനെയുള്ളവനേക്കാൾ വലിയ അക്രമി ആരാകുന്നു?
ഇവൻ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തതും ഇവൻ ജനമനസ്സുകളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടതും തുറന്നു പറയേണ്ടതുമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഇവൻ ഒളിച്ചു വെക്കുന്നു. സത്യം പുറത്തു പറയാതെ അസത്യപ്രചരണം നടത്തുന്നു. ഇവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? ഇവനാണ് ഏറ്റവും വലിയ അക്രമി. ഒരു കാര്യം പറയട്ടെ, അക്രമികളെ പറ്റി അവർക്ക് എന്നും സുഖമാണെന്ന് അവർ വിശ്വസിക്കരുത്. വമല്ലാഹു, അല്ലാഹു തആലയല്ല ബിഗാഫിലിൻ, ഒരിക്കലും അവൻ അശ്രദ്ധനല്ല, ശ്രദ്ധയുള്ളവനാകുന്നു. അമ്മാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ തൊട്ട് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല കേട്ടോ. അള്ളാഹു അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നവനാണ്. അള്ളാഹു ശ്രദ്ധിക്കുന്നു എന്ന് വെച്ചാൽ ഇതിന് അർഹമായ പ്രതിഫലം അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തലാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ, സാക്ഷ്യമൊഴികൾ, അത് ശരിക്കും നിങ്ങൾ തുറന്നു പറയണം. എന്താ? അമ്പിയാക്കൾ മുഴുവൻ ഇസ്ലാമിന്റെ മേലായിരുന്നു. ഇതറിയാത്തവരായിട്ട് ആരുമില്ല. മറ്റൊന്ന്, മുഹമ്മദ് നബിയുടെ ഔസാഫുകൾ ഇവർക്കെല്ലാം അറിയാം. ഇത്തരം കാര്യങ്ങളൊക്കെ അവർ സാക്ഷ്യം വഹിക്കേണ്ടതാണ്, എവിടെ വേണമെങ്കിലും പ്രഖ്യാപിക്കേണ്ടതാണ്. എന്നിട്ട് അവർ മൂടിവെച്ചു. അപ്പോ ഷഹാദത്തിനെ മൂടിവെച്ചവരാണ് അവര്. അവരുടെ അടുക്കലുള്ള ഷഹാദത്തിനെ അവർ മൂടിവെച്ചു, മറച്ചു വെച്ചു. ഇവരല്ലേ അക്രമികൾ, വളരെ വലിയ അക്രമികൾ ഇവരാകുന്നു. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. തിൽക, ഈ പറയപ്പെട്ടവരെല്ലാം, ഉമ്മത്തുൻ, അവരൊക്കെ ഒരു സമൂഹമാകുന്നു. ഖദ് ഖലത്ത്, അവർ കഴിഞ്ഞു പോയിരിക്കുന്നു, കഴിഞ്ഞുപോയ സമൂഹമാകുന്നു. ലഹ, ആ സമൂഹത്തിനുണ്ട്, മാ കസബത്ത്, അവരവർ ചെയ്തത് അവർക്കുണ്ട്. വലക്കും, നിങ്ങൾക്കുണ്ട്, മാ കസബത്തും, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കുണ്ട്. വലാ തുസ്അലൂന, നിങ്ങളോട് ചോദിക്കപ്പെടുകയില്ല. അമ്മാ കാനൂ യഅമലൂന, അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുകയില്ല. അപ്പോൾ ഈ പറയപ്പെട്ട അമ്പിയാക്കൾ, അവർ അമ്പിയാക്കളാണ്, അവർ ഇമാമുകളാണ്, തുടരപ്പെടുന്നവരാകുന്നു, വളരെയേറെ പ്രതിഫലം ലഭിക്കപ്പെടുന്നവരാകുന്നു. അവർ സ്വർഗലോകത്തിലെ ഏറ്റവും ഉന്നതരാകുന്നു. അവർക്ക് വളരെയേറെ പദവിയുണ്ട്. അവർക്ക് അവരുടെ അമലനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകപ്പെടും. അതനുസരിച്ച് നിങ്ങളും നീങ്ങുകയാണെങ്കിൽ, അവരുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളും നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ പറയപ്പെട്ട പ്രതിഫലത്തിലൊക്കെ ഓഹരി കിട്ടും. എന്നാൽ എന്തേ അവരങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യം നിങ്ങളോടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യം അവരോടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് ലഭിക്കും, അവർക്ക് അർഹതപ്പെട്ടത് അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് അമ്പിയാക്കളെ കുറിച്ച് ഉള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ, ഉള്ളത് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. അവരെ പറ്റി ജൂതനാണെന്നോ അല്ലെങ്കിൽ നസാറയാണെന്നോ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അറിവുകൾ അത് പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സത്യത്തിന്റെ ആളുകളായി തീരണം. ഒരിക്കലും തന്നെ നിങ്ങൾ അസത്യത്തിലേക്ക് പോകുന്നവരാകാൻ പാടില്ല. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഗുരുതരമായ തെറ്റും കുറ്റമൊക്കെ സംഭവിക്കുന്നതിന് പുറമെ നിങ്ങളെ കണ്ടുകൊണ്ട് നീങ്ങുന്നവർക്കും ലഭിക്കുന്ന ശിക്ഷയിൽ നിങ്ങൾക്ക് ഓഹരി ലഭിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ഈ നിലപാടുകൾക്ക് മാറ്റം വരുത്തലായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അർഹമുർ റാഹിമായ അള്ളാഹു അമ്പിയാക്കളെ കൊണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളെ കൊണ്ട് വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കുന്ന നല്ല സത്യവിശ്വാസിയായി, കറകളഞ്ഞ മോമിനായി, കറകളഞ്ഞ മുസ്ലിമായിട്ട് അള്ളാഹു നമ്മെ ജീവിപ്പിക്കുമാറാവട്ടെ. ആ മാർഗത്തിന്റെ മേൽ നമ്മെ അവൻ മരിപ്പിക്കുമാറാവട്ടെ. എന്നിട്ട് ഈ അമ്പിയാക്കളും ഈ മഹാന്മാരുമൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്വർഗലോകത്തിൽ, സന്തോഷത്തിന്റെ ഭവനത്തിൽ, മരണമില്ലാത്ത വീട്ടിൽ നമ്മയെല്ലാം അവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.